നമുക്ക് 23-ാം തീയതി വരെ തന്നെ കാത്തിരിക്കാം സേഫ്. ഷംസീർ, ഇപ്പോൾ സേഫ് സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം അൻവറിന്റെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരുന്നത്. അങ്ങനെയൊരു സാഹചര്യത്തിൽ അതുപോലെ തന്നെ UDF മുന്നോട്ട് വയ്ക്കുന്ന ഉപാധികൾ കൂടിയുണ്ട് ഒരു വശത്ത്. അപ്പോൾ നിലവിലെ ഒരു സാഹചര്യത്തിൽ അൻവറിന്റെ ഈ ഒരു പ്രതികരണം കൂടി ലഭ്യമാകുമ്പോൾ മുന്നണിയിലേക്ക് അൻവറിനെ എടുക്കാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ് കാണുന്നത്? ശരി, ഷംസീറിലേക്ക് മടങ്ങിയെത്താൻ കഴിയുമെന്ന് തന്നെയാണ് കരുതുന്നത്. ഇന്നിപ്പോൾ വൈകിട്ട് 7 മണിക്ക് ഓൺലൈനായി UDFന്റെ യോഗമൊക്കെ നടക്കാനിരിക്കുന്നുണ്ട്. ഷംസീർ, കേൾക്കാമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അൻവറിന്റെ UDF സാധ്യതയെക്കുറിച്ച് തന്നെയാണ് ചോദിച്ചത്. കഴിഞ്ഞ ദിവസത്തെ പ്രതികരണമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവിനെതിരെയൊക്കെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുന്ന അൻവറിനെയാണ് കഴിഞ്ഞ ദിവസം കണ്ടത്. അതുപോലെ തന്നെ KCയിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ നോക്കുകയാണെങ്കിൽ എല്ലാം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്നു എന്നാണ് PV അൻവർ പറയുന്നത്. അപ്പോൾ ഇന്നത്തെ യോഗത്തിന് ശേഷം ഒരു തീരുമാനം ഉണ്ടാകും നമുക്കറിയാം. പക്ഷേ നിലവിലെ അൻവറിന്റെ പ്രതികരണമൊക്കെ നോക്കുമ്പോൾ UDF അതുമായി മുന്നോട്ട് പോകാനുള്ള സാധ്യതകൾ എത്രത്തോളമാണ്? അമൃത, UDF ഇപ്പോഴും പറയുന്നത് ആദ്യം PV അൻവർ നിലപാട് വ്യക്തമാക്കണം. അതായത് ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കും എന്നേറെക്കുറെ ഉറപ്പായ ഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിനെതിരെ പറഞ്ഞു തുടങ്ങിയതാണ് PV അൻവർ. വിജയസാധ്യതയില്ലാത്ത സ്ഥാനാർത്ഥിയാണ് ആര്യാടൻ ഷൗക്കത്ത് എന്ന് പറയുന്നു. ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കാനല്ല താൻ രാജിവെച്ചത് എന്ന് പറയുന്നു. അങ്ങനെ വലിയ വിമർശനങ്ങൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെ, UDF സ്ഥാനാർത്ഥിക്കെതിരെ PV അൻവർ ഉയർത്തുന്ന കാഴ്ച കണ്ടു. പിന്നീട് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചതിനു ശേഷവും ഇന്നലെ വരെയും ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആഞ്ഞടിക്കുന്ന PV അൻവറിനെയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെതിരെയും UDFനെതിരെയുമുള്ള PV അൻവറിന്റെ നിലപാട് തിരുത്താതെ, UDFനോട് നിരുപാധിക പിന്തുണ പ്രഖ്യാപിക്കാതെ, അസോസിയേറ്റ് മെമ്പറായി പ്രഖ്യാപിക്കില്ല എന്നുറച്ച നിലപാടിൽ തന്നെയാണ് UDF ഇപ്പോഴും ഉള്ളത്. ഇന്നത്തെ 7 മണിയുടെ യോഗത്തിലും ഇതേ കാര്യം തന്നെയായിരിക്കും. UDFനെ ചേർത്ത് നിർത്തി മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് തന്നെയാണ് UDF ആഗ്രഹിക്കുന്നത്. കാരണം ഒരു ത്രികോണ പോരാട്ടം വന്നു കഴിഞ്ഞാൽ അത് ക്ഷീണമുണ്ടാക്കുക സ്വാഭാവികമായും UDFന് തന്നെയാണ്. അതുകൊണ്ട് ചേർത്ത് നിർത്തി മുന്നോട്ട് പോകണമെന്ന് UDF ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം PV അൻവർ തന്റെ നിലപാടുകൾ മയപ്പെടുത്തണം, നിലപാടുകളിൽ നിന്ന് പിന്നോട്ട് പോകണം എന്നതിൽ നിന്ന് ഒരു നിലയ്ക്കും പിന്നോട്ട് പോകാൻ UDF തയ്യാറല്ല എന്നുള്ളതാണ്. ഇന്നലെ രാത്രി PV അൻവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പക്ഷേ നമുക്കിവിടെ മത്സര ചിത്രം തെളിയുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. വീണ്ടും ആര്യാടൻ ഷൗക്കത്തിനെതിരെ ആഞ്ഞടിക്കുന്ന കാഴ്ചകൾ കാണുന്നു. എന്തുകൊണ്ടാണ് ആര്യാടൻ ഷൗക്കത്ത് സ്ഥാനാർത്ഥിയായത് എന്ന് എനിക്ക് വിശദമായി പറയാനുള്ളത് പിന്നീട് പറയാം എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്നലെയും PV അൻവർ വ്യക്തമാക്കിയത്. മാത്രമല്ല UDFന് ഇനി പ്രതീക്ഷയില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലേക്ക് കൂടി ഇന്നലത്തെ TMCയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ TMC മത്സരിക്കാനുള്ള സാധ്യത തന്നെയാണ് ഇപ്പോൾ തെളിയുന്നത്. അങ്ങനെ വന്നാൽ നിലമ്പൂരിലെ മത്സര ചിത്രം കൂടുതൽ കടുക്കും എന്നുള്ളത് തന്നെയാണ്. നേരത്തെ സൈഫു സൂചിപ്പിച്ച പോലെ തന്നെയാണ് പിണറായി സത്തിനെതിരെ നിലമ്പൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയതാണ് PV അൻവർ. പിണറായി സത്തിനെതിരെ മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും LDFന്റെ വോട്ടുകൾ തന്നെയാണ് PV അൻവർ മത്സരിച്ചാൽ അത് കീശയിൽ വരാൻ പോവുക. മറ്റൊന്ന് UDFലെ അസംതൃപ്തരുടെ വോട്ടുകൾ കൂടി സ്വാഭാവികമായും PV അൻവർ സമാഹരിക്കാൻ ശ്രമിക്കും. BJP കൂടി മത്സരിക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അത് UDFന് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളത് വ്യക്തമാണ്. അതുകൊണ്ട് PV അൻവർ മത്സരിക്കുക എന്ന സാഹചര്യത്തെ ഒഴിവാക്കണമെന്ന് UDF ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ കൂടി ആര്യാടൻ ഷൗക്കത്തിനെതിരെ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന PV അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ തന്നെ വലിയ ആരോപണങ്ങൾ, അതായത് വ്യക്തിപരമായി മാത്രമല്ല ഈ മുന്നണി പ്രവേശനത്തിൽ അല്ലെങ്കിൽ അസോസിയേറ്റ് മെമ്പർ ആക്കുന്നതിന് പോലും തടസ്സമായി നിൽക്കുന്നത് VD സതീശന്റെ ഏകാധിപത്യ സ്വഭാവമാണ് എന്നാണ് PV അൻവർ ആവർത്തിച്ച് പറയുന്നത്. അതിനുമപ്പുറം KC വേണുഗോപാലിനെ കണ്ട് പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കുന്നു. സംസ്ഥാന നേതൃത്വത്തിന് വഴങ്ങാതിരിക്കാനുള്ള ഒരു തന്ത്രം PV അൻവർ പയറ്റാൻ ശ്രമിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള നടപടികൾ PV അൻവറിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അപ്പോൾ PV അൻവറിനോട് ഒരു തരത്തിലും മയപ്പെടേണ്ടതില്ല എന്ന നിലപാടിലേക്ക് UDF എത്തുകയാണ്. ഇന്നത്തെ UDF യോഗം ആ തരത്തിൽ തന്നെയായിരിക്കും സമീപനം സ്വീകരിക്കുക. ഈ യോഗത്തിന് മുൻപ് PV അൻവർ അറിയാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ ഈ UDF യോഗം PV അൻവറിനെ കൈവിടുന്ന സാഹചര്യം ഉണ്ടാകും. അങ്ങനെ വന്നാൽ
നിലമ്പൂരിൽ ഒരു ത്രികോണ മത്സരത്തിന് സാഹചര്യമൊരുങ്ങും. അമൃത, അതെ, ഏതായാലും UDFന്റെ യോഗം തീരുന്നതുവരെ നമുക്ക് കാത്തിരിക്കാം. അതിനുശേഷം ഒരു തീരുമാനമുണ്ടാകും. ഏതായാലും അൻവർ സ്വതന്ത്രനായി മത്സരിച്ച് നിലമ്പൂരിൽ ശക്തി തെളിയിക്കട്ടെ എന്ന് താജുദ്ദീൻ പറയുന്നുണ്ട്. സിദ്ദിഖ് പറയുന്നു, അൻവർ സർക്കാരിനെതിരെ ഉയർത്തിയ ആരോപണങ്ങൾ വസ്തുതകളായി തന്നെ നിലനിൽക്കുകയാണ്, അത് ചർച്ച ചെയ്യപ്പെടേണ്ടത് അത്യാവശ്യമാണ് എന്ന് സിദ്ദിഖ് പറയുന്നുണ്ട്. അതുപോലെ അബ്ദുൾ സമദ് പറയുന്നു, നിലമ്പൂരിൽ ഇത്തവണ ഏറ്റവും കുറഞ്ഞ പോളിംഗ് ആയിരിക്കുമെന്ന്. അതുപോലെ അൻവറിന്റെ കാര്യത്തിൽ തന്നെ നമുക്ക് പലതരത്തിലുള്ള കമന്റ്സ് കാണാം. അൻവർ തന്റെ ഈഗോ മാറ്റിവെച്ച് പിണറായിസത്തിനെതിരെ പോരാടേണ്ടതുണ്ട്, UDFന് പിന്തുണ നൽകുകയാണ് വേണ്ടത് എന്ന് അൻസാരി പറയുന്നുണ്ട്. അൻവർ മത്സരിച്ച് ജയിക്കണമെന്ന് രസനി പറയുന്നു. UDFന് പിന്തുണ നൽകണം അൻവർ എന്നുള്ളൊരു അഭിപ്രായം തന്നെയാണ് കേട്ടോ നമ്മുടെ പ്രേക്ഷകരിൽ നിന്ന് പലരിൽ നിന്നും വരുന്നത്. സെയ്ഫ് മഴയേക്കാൾ ശക്തമായ ആർജവത്തോടെ റിപ്പോർട്ടിംഗ് ചെയ്യുന്നുണ്ടല്ലോ എന്ന് രസനി പറയുന്നുണ്ട്. സെയ്ഫിന് അങ്ങനെ മഴ വെയിൽ എന്നൊന്നുമില്ല കേട്ടോ, എപ്പോഴും വളരെ ഊർജ്ജത്തോടെയും ആർജവത്തോടെയും കൂടി തന്നെയാണ് സെയ്ഫ് എപ്പോഴും എല്ലാ വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നത്. രജനി, BJP പതുങ്ങുന്നത് ആർക്ക് വേണ്ടിയാണ് എന്ന് താജുദ്ദീൻ ചോദിക്കുന്നുണ്ട്. അങ്ങനെ നിരവധി ചോദ്യങ്ങളും അതുപോലെ തന്നെ നിലമ്പൂരുമായി ബന്ധപ്പെട്ട അഭിപ്രായങ്ങളും ഒക്കെ തന്നെ നമ്മുടെ പ്രേക്ഷകർ പങ്കുവെക്കുന്നുണ്ട്.